അപ്പോൾ നമ്മൾ ഉണ്ടോ അഴമ്പോൾ ബീച്ചിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ രാത്രി 3 മണിക്കൊക്കെയാണ്. ഇപ്പോൾ ഫ്ലാഷ് ഓൺ ചെയ്തേക്കണം. നമ്മളൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൂടെ കിടക്കുകയാണ്. ഇവിടെ വേറെ ആൾക്കാരൊന്നുമില്ല. ഇപ്പോൾ ഈ കണ്ടോ, ഈ കാണുന്ന റംബോൾ ബീച്ചിൻ്റെ അങ്ങേറ്റ സൈഡാണ് ഇത്. നിങ്ങൾക്ക് കാണാമോന്ന് അറിയാമല്ല, ചെറിയ വെട്ടമൊക്കെ കാണുന്നുണ്ടോ? അത് കടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങേറ്റത്ത് നിങ്ങൾ ചെറിയൊരു വെട്ടം കണ്ടു, അത് മാൻഡ്രം ബീച്ചാണ്. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം, വേറൊരു മനുഷ്യനില്ല ബീച്ചിൽ. ഇതിങ്ങനെ കിലോമീറ്ററോളം കിടക്കുവാണ്. അങ്ങോട്ടൊരു 1.5-2 കിലോമീറ്റർ കാണുമായിരിക്കും, ഇങ്ങോട്ടും ഉണ്ട് 1 കിലോമീറ്റർ. ഒന്നല്ല, ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക്. അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ മോർജം വരെ പോകാം. സൈക്കിൾ ചവിട്ടാം, ബൈക്കൊക്കെ ഓടിക്കാൻ പറ്റുന്നൊരു ബീച്ചാണ്. സൈക്കിളൊക്കെ ചവിട്ടാം, സ്ട്രോങ് ബീച്ചാണ്. നമ്മളിവിടെ കഴിഞ്ഞ കൊല്ലം കിടന്നിട്ടുള്ളതാണ്. ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ കിടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ടെൻ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല. കയ്യിലൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്ര നേരം ഇവിടെ ഇരുന്നു, തിരമാലയൊക്കെ കണ്ടിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടന്നേക്കാമെന്ന് വിചാരിച്ചൊരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കൊടുത്തിട്ട് ഞാൻ കിടക്കുക. ഇപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേറ്റ് പോകാനുള്ളതാണ്. രാവിലെ 5 മണിക്ക് പോകണം. അപ്പോൾ അതൊരു ചെറിയൊരു റിലാക്സേഷൻ എന്നൊക്കെ വിചാരിച്ചൊരു ചെറിയ വീഡിയോ എടുത്തിട്ടേക്കാം. വീഡിയോ ഒന്നും കാണാനുള്ള ഇരുട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഫ്ലാഷ് ഓൺ ചെയ്യണം, എന്തെങ്കിലും കാണണമെങ്കിൽ. ഇത്തിരി വഴി മണലൊക്കെ കാണിക്കാം. അത് ആ കാണുന്നതാണ് അറമ്പൾ ബീച്ചിൻ്റെ അങ്ങേറ്റ സൈഡാണ്. മണലൊക്കെ ഉണ്ട്. തിരമാല കാണിക്കുന്ന ഇനി പടം വരെ നടന്നു പോകാൻ പറ്റില്ല. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നമ്മളിവിടെ കിടക്കുകയാണ്. നമ്മുടെ ചെരുപ്പ് ഇത് കണ്ടെടുക്കുന്നു. കസേര ഒരെണ്ണം തോന്നുന്നുണ്ട്, കണ്ടോ കിടക്കുന്നുണ്ട്. ആരാണ്ട് വീട്ടിലിരുന്നാണ്. ഇത്രയാണ് നമ്മുടെ ഐറ്റം.